നമസ്കാരം സുഹൃത്തുക്കളെ. 10th മെയിൻസ് ഡേ 14 പരീക്ഷയാണ്. ഇന്നത്തെ ടോപ്പിക്സ് എല്ലാവരും പഠിച്ച സെറ്റ് അല്ലേ? അപ്പോൾ എന്തായാലും പരീക്ഷ എഴുതി നോക്കാം. അപ്പോൾ ഇന്ന് 15 ചോദ്യങ്ങൾ, കട്ട് ഓഫ് 13 മാർക്കാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയിട്ട് ഉത്തരത്തിലേക്ക് എത്താം. അപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ടിപ്സ് ആൻഡ് ട്രിക്സ് ഫാമിലിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാം. ആദ്യത്തെ ചോദ്യം, റാൻഡം ആക്സസ് മെമ്മറിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. റാം ഒരു അസ്ഥിര മെമ്മറിയാണ്. റോമിനേക്കാൾ വേഗത കൂടിയതാണ്. കമ്പ്യൂട്ടർ ഓഫ് ആക്കിയാൽ ഇതിലെ ഉള്ളടക്കം നഷ്ടപ്പെടുന്നു. കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുവാനുള്ള പ്രോഗ്രാം ഇത് സൂക്ഷിക്കുന്നു. ശരിയായത് ഓപ്ഷൻ നോക്കിയിട്ട് ശരിയായത് മാത്രം കണ്ടെത്തി എഴുതുക. 2. വേഗതയുടെ അടിസ്ഥാനത്തിൽ വിവിധ തരം ഡേറ്റാ സംഭരണികളെ പട്ടികപ്പെടുത്തിയാൽ വേഗത കൂടുതൽ താഴെ പറയുന്നവയിൽ ഏതിനാണ്? ക്യാഷ്, റാം, രജിസ്റ്റർ, ഹാർഡ് ഡിസ്ക്. 3. ചുവടെ പറയുന്നവയിൽ ദ്വിതീയ സംഭരണി അല്ലാത്തതേത്? ബ്ലൂറേ DVD, കോമ്പാക്ട് ഡിസ്ക്, ഹാർഡ് ഡിസ്ക്, DRAM. 4. ചുവടെ പറയുന്നതിൽ ആരാണ് ഇൻസ്റ്റഗ്രാമിൽ 15 കോടി ഫോളോവേഴ്സ് തികച്ച ആദ്യ ഭാരതീയൻ? സച്ചിൻ ടെണ്ടുൽക്കർ, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, മഹേന്ദ്ര സിംഗ് ധോണി. 5. മിതാലി രാജിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ലോകത്തെ ഏറ്റവും കൂടുതൽ ഏകദിനങ്ങൾ കളിച്ച വനിത? ഭാഗ്മിത്തു എന്നത് മിതാലി രാജിന്റെ ജീവിതം പശ്ചാത്തലമാക്കി പുറത്തിറങ്ങുന്ന സിനിമയാണ്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ 10,000 റൺസ് ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരി എന്ന ബഹുമതി നേടിയ താരം. 2021 സെപ്റ്റംബറിൽ കരിയറിലെ എല്ലാ ഫോർമാറ്റിലുമായി 20,000 റൺസ് നേടിയ വനിതാ ക്രിക്കറ്റ് താരം. അപ്പൊ ഇതിലെ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. 6. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ PV സിന്ധുവുമായി ബന്ധമില്ലാത്തത് ഏത്? 2022 സ്വിസ് ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ കിരീട ജേതാവ്. ഷട്ട്ലിംഗ് ടു ദ ടോപ്പ്, ദ സ്റ്റോറി ഓഫ് PV സിന്ധു എന്ന കൃതിയുടെ രചയിതാവ് അനന്തപത്മനാഭനാണ്. ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം. 2022 സയ്യിദ് മോദി ബാഡ്മിന്റൺ കിരീട ജേതാവ്. 7. ചുവടെ പറയുന്നവരിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. സുനിൽ ഛേത്രി ഫുട്ബോൾ, അവാനി ലേഖര പാരാ റൈഫിൾ ഷൂട്ടർ, മൻപ്രീത് സിംഗ് ചെസ്, അൻഷു മാലിക് ഗുസ്തി. 8. നീരജ് ചോപ്രയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ താരം. ജാവലിൻ ത്രോയിൽ നിലവിലെ ദേശീയ റെക്കോർഡ് നീരജ് ചോപ്രയുടെ പേരിലാണ്. ജന്മസ്ഥലം ഹരിയാനയാണ്. 2016 നടന്ന സൗത്ത് ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടി. 9. The weather forecast predicts a cloudy day. Pick out the adjective from the above sentence. Weather forecast predicts cloudy. 10. I shall meet you tomorrow. In this sentence, tomorrow is adjective, conjunction, preposition, adverb. 11. 1 മുതൽ 29 വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുക എത്രയാണ്? 252, 169, 225, 256. 12. ചുവടെ പറയുന്നവയിൽ SK പൊറ്റക്കാടിന്റെ കൃതി അല്ലാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. സോവിയറ്റ് ഡയറി, ജീവചരിത്ര കുറിപ്പുകൾ, പുള്ളിമാൻ, ജലതരംഗം. 13. ചുവടെ പറയുന്നവയിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. നൃപൻ, ഭൂപാലൻ, അരജൻ, അരാതി. 14. തന്നിരിക്കുന്നതിൽ വനത്തിന്റെ പര്യായപദം അല്ലാത്തതേത്? ആരണ്യം, രജതം, അടവി, ഗഹനം. 15. COVID-19 തടയുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ എന്നും കൂടെ ഉണ്ട്. കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത്? പഞ്ചാബ്, കേരളം, ബീഹാർ, ഹരിയാന. ഇത് ഇന്ന് ചെയ്യാൻ തന്നില്ലേ? 10th പ്രിലിംസ് 2022 സ്റ്റേജ് 6 പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്.
ഇത്രയാ ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ആൻസേഴ്സ് ഒന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, റാൻഡം ആക്സസ് മെമ്മറിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ആദ്യത്തെ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. 1, 2, 3 മാത്രം. ഈ 4ാമത്തെ പ്രസ്താവനയില്ലേ, അത് റോമിനെ സംബന്ധിച്ച പ്രസ്താവനയാണ്. കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യുവാനുള്ള പ്രോഗ്രാം സൂക്ഷിക്കുന്നത് റോമിലാണ്. 1, 2, 3 മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 2, വേഗതയുടെ അടിസ്ഥാനത്തിൽ വിവിധ തരം ഡേറ്റാ സംഭരണികളെ പട്ടികപ്പെടുത്തിയാൽ വേഗത കൂടുതൽ താഴെ പറയുന്നവയിൽ ഏതിനാണ്? പ്രീവിയസ് ക്വസ്റ്റിന് രജിസ്റ്ററിനാണ്. 3, താഴെ പറയുന്നവയിൽ ദ്വിതീയ സംഭരണി അല്ലാത്തത് ഏത്? അല്ലാത്തത് DRAM ആണ്, ഓപ്ഷൻ ബി. 4, ചുവടെ പറയുന്നതിൽ ആരാണ് ഇൻസ്റ്റഗ്രാമിൽ 15 കോടി ഫോളോവേഴ്സ് തികച്ച ആദ്യ ഭാരതീയൻ? ബി, വിരാട് കോഹ്ലി. 5, മിതാലി രാജിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. ബി ആണ്, സബാഷ് മിത്തു എന്നതാണ് മിതാലി രാജിന്റെ ജീവിതം പശ്ചാത്തലമാക്കി പുറത്തിറങ്ങുന്ന സിനിമ, സബാഷ് മിത്തു. അടുത്ത ചോദ്യം 6, ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ PV സിന്ധുവുമായി ബന്ധമില്ലാത്തത് ഏത്? ബി ആണ്, ഷട്ട്ലിംഗ് ടു ദ ടോപ്പ് ദ സ്റ്റോറി ഓഫ് PV സിന്ധു എന്ന പുസ്തകത്തിന്റെ രചയിതാവ് വി കൃഷ്ണസ്വാമിയാണ്. വി കൃഷ്ണസ്വാമി. അപ്പൊ അതാ തെറ്റിപ്പോയത്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവരിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. സി, മൻപ്രീത് സിംഗ് ഹോക്കിയാണ്, ഹോക്കി. അതാണ് തെറ്റായ ജോഡി. 8, നീരജ് ചോപ്രയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. എ ആണ് തെറ്റ്. തെറ്റിപ്പോയത് എന്തുകൊണ്ടാ? ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടുന്ന അത്ലറ്റിക് താരമാണ്. ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ അത്ലറ്റിക് താരമാണ് നീരജ് ചോപ്ര. ആദ്യ താരം എന്ന് ചോദിച്ചാൽ അത് അഭിനവ് ബിന്ദ്രയാണ്. അടുത്തത്, ദ വെദർ ഫോർകാസ്റ്റ് പ്രെഡിക്ട്സ് എ ക്ലൗഡി ഡേ. അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്ന് വെച്ചാൽ നൗണിനെ വിശേഷിപ്പിക്കുന്ന, ഡേ എന്ന് പറയുന്ന നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് ക്ലൗഡി ഉപയോഗിച്ചത്. അപ്പൊ അഡ്ജക്റ്റീവ് ഇവിടെ ക്ലൗഡിയാണ്. 10, ഐ ഷാൽ മീറ്റ് യു ടുമോറോ. ടുമോറോ എന്ന് പറയുന്നത് എന്താണ്? ആഡ്വേർബ് ആണ്. മീറ്റ്, മീറ്റിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി എപ്പോൾ മീറ്റ് ചെയ്യാം? നാളെ മീറ്റ് ചെയ്യാം. ടുമോറോ ആഡ്വേർബ് ആണ്. 11, 1 മുതൽ 29 വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുക എത്രയാ? 225. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 1 മുതൽ 29 വരെ എത്ര ഒറ്റസംഖ്യ ഉള്ളത്? 15 ഒറ്റസംഖ്യ ഉള്ളത്. 15 ഒറ്റസംഖ്യയുടെ തുക കണ്ടുപിടിക്കാൻ ഇക്വേഷൻ n². അപ്പൊ 15 ഒറ്റസംഖ്യയുടെ തുക കണ്ടുപിടിക്കാൻ 15ന്റെ സ്ക്വയർ. 15ന്റെ സ്ക്വയർ എത്രയാ? 225. 225 ആണ്. 12, ചുവടെ പറയുന്നവയിൽ എസ്കേപ്പ് പൊറ്റക്കാടിന്റെ കൃതി അല്ലാത്തത് ഏത്? അല്ലാത്തത് ജീവചരിത്ര കുറിപ്പുകളാണ്. ജീവചരിത്ര കുറിപ്പുകൾ. ഈ ജീവചരിത്ര കുറിപ്പ് എന്നതേ മാധവൻ അയ്യപ്പത്തിന്റെ കവിതാ സമാഹാരമാണ്. അടുത്തത്, ചുവടെ പറയുന്നവയിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. അരാതി. അരാതി എന്നാൽ ശത്രു എന്നർത്ഥം. നൃപൻ, ഭൂപാലൻ, അരജൻ രാജാവിന്റെ പര്യായ പദങ്ങളാണ്. 14, തന്നിരിക്കുന്നതിൽ വനത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏത്? ബി, രജതം. രജതം എന്നാൽ വെള്ളി എന്നാണ് അർത്ഥം. ആരണ്യം, അടവി, ഗഹനം, കാടാണ്, വനം. 15, ഇത് ഇന്ന് ചെയ്യാൻ തന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാവരും ചെയ്ത് നോക്കി എന്ന് വിചാരിക്കുകയാണ്. ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ എല്ലാ ദിവസവും തരുമ്പോൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാം. COVID-19 തടയുന്നതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം? കർഫ്യൂ പഞ്ചാബാണ്, പഞ്ചാബ്. അപ്പൊ ഇത്രയായിരുന്നു ഇന്നത്തെ ചോദ്യം. എത്ര മാർക്ക് കിട്ടിയെന്ന് നിർബന്ധമായിട്ടും കമന്റ് ചെയ്യുക. ഞാൻ എല്ലാവരുടെയും മാർക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും പരീക്ഷ എഴുതി കമന്റും ചെയ്യണം. അപ്പൊ നാളെ ഡേ 15, നാളെ പഠിക്കാനുള്ള ടോപ്പിക്സും മെറ്റീരിയൽസും എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇട്ടേക്കാം. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക. ഫസ്റ്റ് കമന്റ് ആയിട്ട് ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്